നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടോ ചായയുടെ കൂടെ കഴിക്കാനായിട്ടോ ഒക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന പ്രോസസ്സുകളൊന്നുമില്ല. നോക്കിയാലോ എങ്ങനെയാണെന്ന്. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പച്ചരി ഒന്ന് കുതിർത്താനായിട്ട് വെക്കാം. 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. 1 കപ്പ് 250 ml കപ്പാണ്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കപ്പ് എടുത്ത് അളന്നാൽ മതി. 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഒരു 2-3 തവണയായിട്ടൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം. ഒരു 4 മണിക്കൂർ കുറഞ്ഞത് വെക്കണം. നിങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാത്രിയിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചാലും മതിയാകും. ഇത് അവിടെ ഇരുന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടട്ടെ. ഇനി ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ഉഴുന്നെടുക്കാം. ഉഴുന്ന് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് വറുത്ത് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ലോയിലാക്കി കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒരു ഗോൾഡ് കളർ വരുന്നത് വരെ വറുത്തെടുക്കാം. ഇതാ ഇപ്പോൾ ഏകദേശം ഒരു കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് നേരം കൂടെ ഇരിക്കുമ്പോൾ കുറേ കൂടി ഒന്ന് കളർ മാറിക്കിട്ടും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാതെ നമ്മൾ ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന സൈഡ് കൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 തവണ കഴുകിയെടുക്കാം. നമ്മൾ ഉഴുന്ന് കഴുകിയിട്ടില്ലല്ലോ, ഒരു 2 വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഒരുപാട് സമയം വെക്കാനേ പാടില്ല. ഒരു 15 മിനിറ്റ് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നേരത്തെ കുതിർത്ത് വെച്ച പച്ചരി ഉണ്ടല്ലോ, അതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാവുന്നതാണേ. പച്ചരിയുടെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പച്ചരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ അരച്ചെടുക്കില്ലേ, അതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബാറ്ററാക്കി അരച്ചെടുക്കാവുന്നതാണ്. ഈ അരച്ച് കൊണ്ടുവന്ന മാവിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കി അരച്ചെടുക്കാനേ പാടില്ല. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് അതിൻ്റെ പരുവം കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഭയങ്കര ഈച്ചശല്യമാണേ, അതുകൊണ്ട് നമുക്ക് കയ്യോടെ തന്നെ അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സെയിം മിക്സിയുടെ ജാറിലേക്ക് ആ ഉഴുന്ന് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം വേണ്ട, വെള്ളം ചേർക്കണ്ട. ഉഴുന്ന് ജസ്റ്റ് ഒന്ന് 2-3 പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് ക്രഷായി കിട്ടും. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഒരുപാട് അരച്ചെടുക്കുകയോ ചെയ്യരുത് കേട്ടോ. തേങ്ങ കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ തോരനൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് ഈ മിക്സിനെ നമ്മുടെ പച്ചരിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടയായിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഇതാ പച്ചരിയിലേക്ക് ചേർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ കൈ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതാവുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. ഇത് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വിസ്ക് എടുത്താൽ അതും കൂടി കഴുകണമല്ലോ എന്ന് കരുതിയിട്ട് വിസ്ക് എടുത്തില്ല. ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെയും നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പരിപാടികളൂടെ ബാക്കിയുണ്ടേ. ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, വളരെ കുറച്ച് മതി കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ചെറിയ ഉള്ളി വട്ടത്തിന്, നമ്മൾ ഈ കടുക് താളിക്കാൻ എടുക്കില്ലേ, അതുപോലെ വട്ടത്തിന് അരിഞ്ഞതാണേ. അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു ചെറിയൊരു ഗോൾഡ് കളർ വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് കളർ മാറ്റി കഴിയരുത്. കളർ ഒരുപാട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബാറ്ററിലേക്ക് ചേർക്കുമ്പോൾ ആ ബാറ്ററിൻ്റെ കളർ മാറിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് കളർ മാറ്റരുത്. ചെറിയതായിട്ടൊന്ന് ഗോൾഡ് കളർ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നല്ല ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയുടെ തളിരില ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാവുമ്പോൾ നല്ല മണമായിരിക്കും. നല്ല ലൈറ്റ് പച്ച കളറിലുള്ള കറിവേപ്പിൻ്റെ ഇല എണ്ണയിലേക്ക് ഇങ്ങനെ കിടന്ന് മൂക്കുമ്പോൾ എന്താ മണമാണല്ലേ. ഇതാ ഇപ്പോൾ നമ്മുടെ ഉള്ളിയും
കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ആ ഒരു നല്ലൊരു ചൂടങ്ങ് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം, 1 സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഉഴുന്ന് ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും ബാറ്റർ ഒന്നുകൂടി തിക്കാവും. അപ്പോൾ ഒരുപാട് അങ്ങ് തിക്കാണ് എന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കുറേശ്ശെ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക. ഒരുപാട് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല. മാവ് ഒരുപാട് കട്ടിയാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് വെള്ളം ചേർക്കുകയും ചെയ്യരുത്. നല്ലൊരു തിക്കായിട്ടുള്ള ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ മാവിന് വേണ്ടത്. ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ വറുത്തത് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈ ഉള്ളിയൊക്കെ ചെല്ലുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ റെസ്റ്റ് ചെയ്യാൻ വെക്കലോ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. നമുക്കിപ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല അടി കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. അതിലിപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മാവ് കോരി ഒഴിക്കാൻ പാടുള്ളൂ. 2 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് തിന്നായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല ഈ അപ്പത്തിനുള്ളത്. ഇത് അത്യാവശ്യം ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് നമ്മുടെ തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മാവ് അങ്ങ് പരന്ന് കിട്ടും. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഒരു 7-8 മിനിറ്റൊക്കെ ആയി കഴിയുമ്പോൾ മാത്രമേ ഒരു സൈഡ് കുക്കായി കിട്ടുള്ളൂ. ഒരു സൈഡ് കുക്കായിട്ട് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അടച്ചു വെക്കേണ്ട കാര്യമില്ല കേട്ടോ. തിരിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. കട്ടിയുള്ളത് കൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ചെറിയ തീയിലിട്ടിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ട്, പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് സീസണിങ് ചെയ്തിട്ടുള്ളതല്ല. അതിൽ ഉരട്ടി മാത്രമാണ് ഞാൻ ചുടാറുള്ളത്. ഇത് ചിലപ്പോൾ ചുട്ട് കഴിഞ്ഞിട്ട് ഇളകി വന്നില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ കരുതിയിട്ടാണ് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിലേക്ക് ആക്കിയത്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അതാണ് നല്ലത്. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടും. നമ്മുടെ ആദ്യത്തെ ഉഴുന്നപ്പം റെഡി ആയിട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം അടുത്ത സെറ്റ് ഞാൻ ഉഴുന്നപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ ഈ ഒരു സൈസിൽ 3 എണ്ണത്തിനാണ് എനിക്ക് ബാറ്റർ ഉണ്ടായിരുന്നത്. 4 പേരൊക്കെ ഉള്ളൊരു ഫാമിലിയിൽ വൈകുന്നേരത്തിനൊക്കെ ഇത് തന്നെ ധാരാളമാണ്. അടിപൊളിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ തക്കാളി ചട്നിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും. യാത്ര പോകുന്ന സമയങ്ങളിൽ പാക്ക് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ ഇരുന്നാൽ പോലും ഒന്നും സംഭവിക്കില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.